ഒരു പൂ ചോദിച്ചപ്പോൾ തലപ്പാവ് കൊടുത്ത ചരിത്രം, ഭാഷകൾ മാറി മറിഞ്ഞ തുലിപ് കഥ, ലോകമെമ്പാടുമുള്ള പുഷ്പപ്രേമികളുടെ ഹൃദയം കവർന്ന മനോഹരമായിട്ടുള്ള ഒരു പുഷ്പമാണ് തുലിപ്പ്. നെതർലൻഡ്സിലെ വിശാലമായിട്ടുള്ള തുലിപ്പ് തോട്ടങ്ങളും അവയുടെ വർണ്ണവിസ്മയങ്ങളും കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും യാത്ര തിരിക്കുന്നത്. എന്നാൽ യൂറോപ്പിൻ്റെ സ്വന്തം എന്ന് കരുതുന്ന ഈ പൂവിൻ്റെ പേരിന് പിന്നിൽ കൗതുകമുണർത്തുന്ന ഒരു തുർക്കിഷ് ചരിത്രമുണ്ടെന്ന കാര്യം അധികം ആർക്കും അറിയില്ല. ഒരു തലപ്പാവിൽ നിന്ന് ഈ പൂവിന് തുലിപ്പ് എന്ന പേര് എങ്ങനെ ലഭിച്ചു എന്ന അന്വേഷണം ചെന്നെത്തുന്നത് പഴയ ഉസ്മാനിയ സാമ്രാജ്യത്തിൻ്റെ പ്രതാപകാലത്തേക്കാണ്. പഴയ തുർക്കി സാമ്രാജ്യത്തിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു തലപ്പാവ് എന്നത്, അഥവാ ടർബൺ ധരിക്കുന്നത്. മൃദുവായിട്ടുള്ള മസ്ലിൻ തുണി കൊണ്ടാണ് ഇവർ ഈ തലപ്പാവുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായിട്ട് മടക്കി വെച്ച് തലയിൽ ധരിക്കുന്ന ഈ വസ്ത്രത്തിന് തുർക്കി ഭാഷയിൽ തുൽബെൻറ്റ് അഥവാ എന്നായിരുന്നു പേര്. അക്കാലത്ത് തുർക്കിയിലെ സുൽത്താൻമാരും ഉന്നത കുലജാതരുമെല്ലാം തങ്ങളുടെ അന്തസ്സിൻ്റെ ഭാഗമായിട്ട് ഈ മസ്ലിൻ തലപ്പാവുകൾ ധരിക്കാറുണ്ടായിരുന്നു. വളരെ ആകർഷകമായിട്ടുള്ള ആകൃതിയിലുള്ള ഈ മുൾബെൻറ്റ് തലപ്പാവുകൾ കാണാൻ തന്നെ മറ്റൊരു മനോഹരമായ കാഴ്ച പോലെ തോന്നുമായിരുന്നു. തുർക്കിയിൽ വ്യാപകമായി കണ്ടുവരുന്ന, അവിടെയുള്ളവർ ഏറെ ഇഷ്ടപ്പെടുന്ന ലാല എന്ന പൂവിൻ്റെ ആകൃതിയുമായിട്ട് ഈ തലപ്പാവിന് വലിയൊരു സാദൃശ്യമുണ്ടായിരുന്നു. പൂമുട്ടിൻ്റെ ആകൃതിയിൽ മുകളിലേക്ക് വിരിഞ്ഞു നിൽക്കുന്ന തലപ്പാവും തലപ്പാവിലേക്ക് നോക്കുമ്പോൾ ഓർമ്മ വരുന്ന പൂവും തമ്മിലുള്ള ഈ സാദൃശ്യം തുർക്കിയിലെ ജനങ്ങൾക്കിടയിൽ വളരെ വ്യത്യസ്തമായിരുന്നു. ഈ സാദൃശ്യം കാരണം തലപ്പാവ് ധരിക്കുന്ന ആളുകൾക്കിടയിൽ മറ്റൊരു പുതിയ ഫാഷൻ കൂടി അക്കാലത്ത് രൂപപ്പെട്ടു വന്നു. എന്ന് വെച്ചാൽ അലങ്കാരത്തിനായും ഭംഗിക്കായിട്ടും ചിലർ തങ്ങളുടെ മസ്ലിൻ തലപ്പാവിൻ്റെ മടക്കുകൾക്കിടയിൽ ഒരു ലാലേ പൂവുകൾ തിരികെ വയ്ക്കാൻ തുടങ്ങി. സുൽത്താൻമാരുടെ കൊട്ടാരങ്ങളിലും വലിയ ഉദ്യോഗസ്ഥരുടെ ഇടയിലും ഇത് വലിയ ഒരു ട്രെൻഡ് ആയി മാറി. തലയിലെ തലപ്പാവും അതിൽ ചൂടിയിരിക്കുന്ന ലാലേ പൂവും ഒത്തുചേരുമ്പോൾ അതൊരു മനോഹരമായിട്ടുള്ള ദൃശ്യവിരുന്നായിരുന്നു സന്ദർശകർക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടായപ്പോഴേക്കും യൂറോപ്പിൽ നിന്നും നിരവധി നയതന്ത്രജ്ഞരും പ്രകൃതി ശാസ്ത്രജ്ഞരും സസ്യശാസ്ത്രജ്ഞരുമെല്ലാം ഔദ്യോഗികമായിട്ടുള്ള ആവശ്യങ്ങൾക്കായും അല്ലാതെയും തുർക്കി സന്ദർശിക്കാൻ തുടങ്ങി. തുർക്കിയിലെ സംസ്കാരവും ജനങ്ങളുടെ ജീവിത രീതിയും വസ്ത്രധാരണവുമെല്ലാം അവർക്ക് തികച്ചും പുതിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് തുർക്കിയിലെ ഒരു പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്ന ഒരു യൂറോപ്യൻ നയതന്ത്രജ്ഞൻ്റെ ശ്രദ്ധ തലപ്പാവിൽ പൂവ് തിരികെ വയ്ക്കുന്ന ഒരു വ്യക്തിയിലേക്ക് തിരിഞ്ഞത്. ആദ്യമായിട്ട് കാണുന്ന ഒരു മനോഹരമായ പുഷ്പത്തിൻ്റെ ഭംഗിയിൽ ആകൃഷ്ടനായിട്ടുള്ള നയതന്ത്രജ്ഞൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പരിഭാഷകനോട് ആ പൂവിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. എന്നാൽ നയതന്ത്രജ്ഞൻ വിരൽ ചൂണ്ടിയത് വ്യക്തിയുടെ തലയിലേക്ക് ആയതുകൊണ്ട് പരിഭാഷകൻ വിചാരിച്ചത് അദ്ദേഹം തലപ്പാവിനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്നാണ്. പരിഭാഷകൻ ഉടൻ തന്നെ അതിന് തുർക്കി ഭാഷയിലുള്ള പേരായിട്ടുള്ള തുൽബെൻറ്റ് എന്ന് മറുപടി നൽകി. പൂവിൻ്റെ യഥാർത്ഥ പേര് ലാലെ എന്നാണെങ്കിലും ഒരു ചെറിയ ആശയവിനിമയ തകരാർ കാരണം യൂറോപ്യൻ നയതന്ത്രജ്ഞൻ പൂവിൻ്റെ പേര് തുൽബെൻറ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ തുർക്കിയിൽ നിന്നും മടങ്ങിയെത്തിയിട്ടുള്ള ഈ നയതന്ത്രജ്ഞരും ശാസ്ത്രജ്ഞരും തങ്ങളുടെ യാത്രാ വിവരണങ്ങളിലും യൂറോപ്പിലുള്ള സുഹൃത്തുക്കൾക്ക് അയച്ച കത്തുകളിലും ഈ അപൂർവ പുഷ്പത്തെക്കുറിച്ച് വലിയ പ്രാധാന്യത്തോടെ എഴുതി. തങ്ങൾ കേട്ട തുൽബെൻറ്റ് എന്ന വാക്കാണ് അവർ കത്തുകളിൽ ഉപയോഗിച്ചത്. ഈ കത്തുകളിലൂടെയും കുറിപ്പുകളിലൂടെയും ആ വാക്ക് യൂറോപ്പിലെമ്പാടും പ്രചരിച്ചു. അങ്ങനെ ഫ്രഞ്ച് ഭാഷയിലെത്തിയപ്പോൾ ഈ വാക്ക് പരിണമിച്ച് തുലിപ്പ് എന്നും ജർമ്മൻ ഭാഷയിൽ തുൽഫെ എന്നും ആയി മാറി എന്നുള്ളതാണ്. കാലക്രമേണ ഭാഷാപരമായിട്ടുള്ള ഈ മാറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഫ്രഞ്ചിലും ജർമ്മനിയിലും പ്രചരിച്ചിട്ടുള്ള ഈ വാക്ക് ഒടുവിൽ 1570 കൂടിയിട്ട് ഇംഗ്ലീഷ് ഭാഷയിലേക്കും കടന്നു വന്നു. ഇംഗ്ലീഷുകാർ ഈ വാക്കിനെ കുറച്ചുകൂടി ലളിതമാക്കി തുലിപ്പ് എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒട്ടോമൻ സാമ്രാജ്യത്തിലെ കർഷകരും പ്രഭുക്കന്മാരും ധരിച്ചിരുന്ന ഒരു സാധാരണ തുണി കൊണ്ടുള്ള തലപ്പാവിൻ്റെ പേര് യൂറോപ്യന്മാരുടെ കൈകളിലെത്തിയപ്പോൾ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു പൂവിൻ്റെ ഔദ്യോഗിക നാമമായി മാറുകയായിരുന്നു. ഒരു ജനതയുടെ വസ്ത്രധാരണവും മറ്റൊരു ജനതയുടെ ഭാഷാപരവുമായിട്ടുള്ള തെറ്റിദ്ധാരണയും അതേപോലെ തന്നെ ഇതെല്ലാം പാടെ ഒത്തുചേർന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ചരിത്രം
തികച്ചും ആകർഷകമാണ്. പല സംസ്കാരങ്ങളും ദേശങ്ങളും ഭാഷാ അതിർത്തികളും പിന്നിട്ടാണ് തുർക്കിയിലെ ഈ പറയുന്ന മസ്ലൻ തലപ്പാവ് ഇന്ന് നാം കാണുന്ന ഇംഗ്ലീഷിലെ മനോഹരമായിട്ടുള്ള തുലിപ്പൂവായിട്ട് മാറിയത്. വാക്കുകളുടെ ഉത്ഭവ ചരിത്രത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള മറ്റൊരു കഥ ഒരു പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരും.